എന്തെന്താണ് സക്സസ്? ബാർ കൗൺസിൽ എക്സാമിനേഷൻ ജയിച്ചോ? അല്ല, ഒരു കേസ് വാദിക്കാനുള്ള ഒരു പോയിന്റ് കണ്ടുപിടിച്ചു. അത് കൊള്ളാം. പരീക്ഷ പാസ്സാകുന്നതിന് മുമ്പേ ദാസപ്പൻ വാദിക്കാൻ തുടങ്ങി. സകല വക്കീലന്മാരെയും ഒന്നണങ്കം മുട്ടുകുത്തിക്കുന്ന ഒരു കേസ്. അതെ, കേസ് എന്താണ്? അർദ്ധരാത്രി വിജനമായ ഒരു വീട്. ആ വീടിനകത്ത് 6 അടി നീളമുള്ളതായ ഒരു കുളിമുറി. ആ കുളിമുറിക്കകത്ത് 6 അടി നീളമുള്ളതായ ഒരു പ്രേതം. ആ പ്രേതത്തിന്റെ കഴുത്തിൽ 6 അടി നീളമുള്ളതായ ഒരു ഷേവിംഗ് കത്തി. ഷേവിംഗ് കത്തിക്ക് 6 അടി നീളം. സോറി ഡോക്ടർ, കത്തിക്ക് 6 ഇഞ്ചേ നീളമുള്ളൂ. പക്ഷേ കഴുത്തിന് താഴെ 6 മുറിവുകൾ. ഈ മരണം എങ്ങനെ സംഭവിച്ചു? ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഷേവിംഗ് കത്തിയിൽ സോപ്പ് പത ഉണ്ടായിരുന്നോ? സോപ്പ് പത മാത്രമല്ല, ബ്ലഡും ഉണ്ടായിരുന്നു. അപ്പോൾ പ്രതിയെ പിടികിട്ടി. ആര്? ഷേവ് ചെയ്തുകൊണ്ടിരുന്ന ബാർബർ കൊല ചെയ്തിരിക്കുന്നു. നോ, ബാർബർ കൊല്ലാൻ വഴിയില്ല. കാരണം ചത്ത് കിടക്കുന്നവനെ ബാർബറാണ്. പിന്നെ എങ്ങനെ മരിച്ചു? ചത്ത് കിടക്കുന്നവന് ചുഴലി രോഗം, അതായത് കാക്കാവലിയുള്ളവരായിരുന്നു. സ്വന്തമായിട്ട് ഷേവ് ചെയ്യുന്ന പ്രതിക്കാരൻ സ്വന്തമായി ഷേവ് ചെയ്യാൻ കത്തിയെടുത്ത് കഴുത്തിൽ വെച്ചു. കാക്കാവലി തുടങ്ങി. 6 ഉറപ്പ് ക്ലോസ്. മരിച്ചു കിടക്കും. ബാർ കൗൺസിൽ പരീക്ഷയിൽ നീ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ജയിച്ചോടാ. അതങ്ങനെ അമ്മാവ, ഈ ചോദ്യം തന്നെ പരീക്ഷയ്ക്ക് വന്നാലേ വെക്കൂ. ഞാനും അച്ഛനും കൂടി റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടിയിരിക്കുക. ഞാൻ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അതല്ല, നമ്മളൊക്കെ ഇപ്പോഴും കുഞ്ഞുങ്ങളാണെന്ന ഇവരുടെ വിചാരം. ആരായി കുട്ടി? എന്റെ കൂട്ടുകാരിയാണ് ചേട്ടാ. എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. എവിടെയും വെച്ച് കണ്ടു കാണാൻ. ഇതുപോലാണ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. മാലതി, ഇതേ എന്റെ അപ്പച്ചിയുടെ മോന ദാസേട്ടൻ. ഒരു ബ്ലഫനാ. പക്ഷെ അച്ഛാ, എനിക്കൊരു കൂട്ടുകാരി ഉണ്ടെന്ന് ഞാൻ എപ്പോഴും പറയില്ലേ, മാലതി. അവളാണ് ഇവളുടെ അച്ഛനും അമ്മയും ഒക്കെ സിംഗപ്പൂരിലാണ്. കോളേജ് അടിച്ചപ്പോ ഞാൻ ഇവിടെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നു. അയ്യോ, ഇനി സിംഗപ്പൂരിൽ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ അന്വേഷിച്ച് വരുമോ? അതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. അറിയില്ലേ, ഞാൻ ഫാമിലി ഡോക്ടറാണ്, ഡോക്ടർ കൊച്ചോമുള്ള. നമസ്കാരം. പിന്നെ സാനിയെല്ലാം ട്രെയിനിൽ യാത്ര ചെയ്ത് വന്നാൽ കൽക്കരി എല്ലാം കയറി ജലദോഷവും ചുമയൊക്കെ വരുന്നതിന് മുമ്പേ പോയി കുളിക്കട്ടെ. അതെ, പോയി കുളിക്കണം. ഓക്കെ അച്ഛാ, ബാബു കുട്ടി. നീ പോകുന്നില്ലടാ? അല്ല, ഒരു പക്ഷേ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ സിംഗപ്പൂരിൽ നിന്നൊക്കെ അന്വേഷിക്കുന്ന ഉത്തരം പറയാൻ ആരെങ്കിലും വേണ്ടത്? അതിനൊക്കെ ഉത്തരം ഞാൻ പറഞ്ഞോളാം. നീ ബാർ കൗൺസിൽ എക്സാമിനേഷനുള്ള ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി കേട്ടോ. മോളെ ബിന്ദു. അല്ല, ചേച്ചിയുടെ കയ്യിൽ നിന്ന് മുട്ടായി എല്ലാം വാങ്ങിച്ചോ? ഇനി പുറത്തു പോയി കളിക്കും. മോൾ എപ്പോഴും ഡോക്ടറുടെ കൂടെ തന്നെയാണോ? പിന്നെ അവൾക്ക് അച്ഛനും അമ്മയായിട്ട് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഇനി പറയാനുണ്ടാക്കും. പ്രമേയം അവതരിപ്പിക്കേണ്ടത് അങ്ങാണ്. ഞാൻ പിന്താണ്. ശാലിനി പാസ്സാക്കും. എന്താണ് പ്രമേയം? മോളെ, നിന്റെ പഠിത്തമെല്ലാം കഴിഞ്ഞു. ഇനി അച്ഛന് ഒരു ചുമതല കൂടിയുണ്ട്. എന്താണെന്നറിയാമോ? നിന്റെ വിവാഹം. എനിക്കിപ്പോഴെങ്ങും വിവാഹം വേണ്ടച്ച. വേണ്ടെന്നോ? മോളെ, ഞാനൊരു ഹൃദ്രോഗിയാണ്. നിനക്കനുരൂപനായ ഒരുത്തന്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുന്നത് വരെ അച്ഛന് ഒരു മനസമാധാനവുമില്ല. എനിക്ക് കുറച്ചും കൂടി പഠിക്കണമെന്നാണ് അച്ഛൻ ആഗ്രഹം. അത് വിവാഹം കഴിഞ്ഞാലും പഠിക്കാമല്ലോ മോളെ. അതെ, വിവാഹം കഴിഞ്ഞിട്ട് പഠിച്ചാൽ ഡബിൾ ആക്ഷനാണ്. ഈ ഫോട്ടോ നോക്ക്. നമുക്ക് യോജിച്ച പല ആലോചനകളും വന്നിട്ടുണ്ട്. ഇതിലാരെ വേണമെങ്കിലും ശാലിനിക്ക് സെലക്ട് ചെയ്യാം. ഇഷ്ടമില്ലാത്ത കാര്യത്തിന് അച്ഛനെ നിർബന്ധിക്കുന്നത്. ശാലിനിക്ക് ഇഷ്ടമുള്ള വിവാഹമേ തമ്പി അദ്ദേഹം നടത്തും. മോളെ, നീ മനസമാധാനത്തോടിരുന്ന് ഈ ഫോട്ടോ നോക്ക്. എന്നിട്ട് നിന്റെ മനസ്സിലിണങ്ങിയ ഒരുത്തനെ തിരഞ്ഞെടുക്കുക. വരണ്ട. ശാലിനി, അമ്മാവനോട് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എന്തൊന്നും ഉണ്ടാത്തത്? മറുപടി പറഞ്ഞതിന് ശേഷം എഴുതിയാ മതി. സോറി. ചെവിക്ക് പിടിച്ചിട്ട് സോറിയോ? അല്ല, ഞാൻ ശാലിനിയാണെന്ന് വിചാരിച്ചാണ് ചെവിക്ക് പിടിച്ചത്. ഈ വീട്ടിൽ ഇങ്ങനെ ഒരു പുതുമുഖമുള്ള കാര്യം, എ ന്യൂ ഫേസ്, ഞാൻ മറന്നുപോയി കേട്ടോ. വേദനിച്ചോ? വേദനിച്ചെങ്കിൽ ഇപ്പൊ എന്ത് വേണം? വേദന ഞാൻ മാറ്റിത്തരാം. മറ്റേ ചെവി കൂടെ പിടിച്ചാൽ മതി. അത് പിന്നെ പിടിക്കാം. ആദ്യം ഈ ചെവിന്നെടുത്ത കമ്മലിങ്ങി തരണം. അയ്യോ, ഈ
ഇതിന് പറഞ്ഞു പോന്നു. അറിഞ്ഞില്ലായിരിക്കും. ഒരു കാര്യം ചെയ്യാം, ഞാൻ പറിച്ചെടുത്തത് ഞാൻ തന്നെ യഥാസ്ഥാനത്ത് വെച്ചു. വേണ്ട വേണ്ട, സഹായിക്കണ്ട. അല്ല, അങ്ങനെ പറയരുത്. ഞാൻ ഒരു വക്കീലാണ്. എന്റെ എല്ലാ പ്രവൃത്തികളും നീതിപൂർവമായിരിക്കും. ഞാനിത് കാലിട്ട് വരട്ടെ. നിങ്ങളത് നിങ്ങളെ മാനേജറെ നിയമിച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാണ് അക്കൗണ്ട്സ് എല്ലാം എപ്പോഴും ക്ലിയർ ആയിരിക്കണമെന്ന്. ഞാൻ എന്ത് ചെയ്യാനാണ് സാർ? എസ്റ്റേറ്റിലെയും ഫാക്ടറിയിലെയും കണക്കുകൾ അവർ കൃത്യമായി അയക്കുന്നില്ല. ബന്ധുക്കളാണല്ലോ, എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ എന്ന് കരുതിയാണ് ഞാൻ കുറുപ്പിനെ എസ്റ്റേറ്റും ശങ്കറിന്റെ ഫാക്ടറിയും ഏൽപ്പിച്ചത്. ആ വിചാരം അവർ കൂടെ വേണ്ട സാർ. കൊടുക്കുന്ന വയ്ക്ക് കൊത്തുന്ന പലിശകളാണ്. നീ എന്ത് വന്നത് ഒന്നും അറിയാതെ തിരിഞ്ഞു പോകുന്നത്? അല്ല, ഞാനിവിടെ ഒന്നും പറയാൻ പോയ കാര്യം വേറെ ആൾ പറഞ്ഞിട്ട് ഞാൻ പിന്നോട് നിൽക്കേണ്ട കാര്യം എന്തോന്ന് വിചാരിച്ചു. ഏത് കാര്യം? ഈ രണ്ടളിയന്മാരും കൂടെ വലിച്ചനെ കുളിപ്പിച്ച് കിടത്തി കുളിപ്പിച്ചോണ്ടിരിക്കുന്ന കാര്യം. എടാ, നിന്റെ തന്ത കുറുപ്പുണ്ടല്ലോ, എന്റെ മൂത്ത അളിയൻ, അയാള് നെറിയുള്ളവരാണെന്നാ ഞാൻ വിചാരിച്ചത്. അവിടെ ആ വല്യച്ചിന് തെറ്റുപറ്റിയത്. എന്റെ അച്ഛന്റെ പേര് കണ്ടവത്ത് കുറുപ്പ് എന്നാണ്. പക്ഷെ നാട്ടുകാർ വിളിക്കുമ്പം ഇണ്ട അങ്ങ് വിഴുങ്ങും. കമത്തുകുറുപ്പേ എന്നാ വിളിക്കുന്നത്. അപ്പോൾ ഇളയ ശങ്കരദ്ദേഹമോ? അയ്യോ, അത് പറയാതിരിക്കാ ഭേദം. കുറുപ്പിനേക്കാൾ ഭയങ്കരൻ ശങ്കരാടി എന്ന് അമ്മയോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഏതായാലും മാനേജർ ഒരു കാര്യം ചെയ്യും, 2 ദിവസത്തിനകം കണക്കുകൾ മുഴുവൻ ഇടമെന്ന് എന്നെ ബോധ്യപ്പെടുത്തണമെന്നും അല്ലാത്ത പക്ഷം ഞാൻ അവിടെ ചെല്ലുന്നതാണെന്നും പറഞ്ഞ് 2 പേർക്കും കമ്പി അടിച്ചേക്ക്. അത് ശരി. കമ്പിയുടെ പുറകെ തമ്പി എന്നറിയിച്ചേക്കണം. ഇതിലാരെയാ നീ തിരഞ്ഞെടുക്കാൻ പോകുന്നത്? ഈ ഫോട്ടോയിൽ കാണുന്നവരെ എല്ലാം ഞാൻ സെലക്ട് ചെയ്യാൻ പോവാ. അപ്പൊ നീ ഡബിൾ പാഞ്ചാലി ആകാൻ പോവാണെങ്കിൽ കുഴച്ചിൽ തന്നെ. ഒരു കുഴച്ചിലും ഇല്ല. ഈ ഫോട്ടോയിലുള്ളവരെ എല്ലാം ഞാൻ പ്രാണന തുല്യം ചവറ്റുകൊട്ടയിൽ ഞാൻ നിന്നും ഇത്രയും പ്രതീക്ഷിച്ചില്ല. അച്ഛാ, എന്നോട് ക്ഷമിക്കണം അച്ഛാ. വേണ്ട, ഇനി നിന്നോട് ആലോചിക്കാതെ തന്നെ നിന്റെ വിവാഹം ഞാൻ തീർച്ചപ്പെടുത്തും. ഐ ഒബ്ജക്ട്. വിവാഹം ആരും ആരുടെയും അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയോട് ബോധിപ്പിക്കാനുള്ളത്. ഇത് കോടതിയല്ല. ക്ഷമിക്കണം മിസ്റ്റർ തമ്പി. ക്ഷമിക്കണം. ഷാലിനി ഹയർ സ്റ്റഡീസ് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വിവാഹത്തിൽ നിർബന്ധിക്കുന്നത് തികച്ചും കുറ്റകരമാണ്. ഞാൻ എത്ര പറഞ്ഞിട്ടും അച്ഛനത് മനസ്സിലാവുന്നില്ല. അയ്യോ ഷാലിനി, അത് തമ്പിക്ക് ഇന്ത്യൻ പീനൽ കോഡിനെ പറ്റിയുള്ള അച്ഛനുണ്ടാണ്. ക്ഷമിക്കണം വല്യമ്മവാ. ദാസപ്പ, ഞാനൊരു ഹൃദ്രോഗിയാണെന്നും ഇവൾക്ക് അമ്മയില്ലെന്നും നിനക്കറിയാമല്ലോ. ഇവളുടെ വിവാഹ പ്രശ്നം ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. അത്രയല്ലേ ഉള്ളൂ. വാദിയും പ്രതിയും കൂടെ ഒത്തീർപ്പിലെത്തുക, എന്നിട്ട് തീരുമാനം എടുക്കുക. അങ്ങനെ ഒരു തീരുമാനം എടുത്തു വരുന്നതുവരെ ഒരുപക്ഷെ ഞാൻ ജീവിച്ചിരുന്നു വരില്ല. അമ്മ ഹൃദ്രോഗിയാണ്. ബിന്ദുമോളെ, നാല് ചേച്ചിയെ കളിച്ച് ഉടനെ നമുക്ക് പെട്ടെന്ന്. അല്ല തമ്പി, അദ്ദേഹം എന്താണ് ഒരു വല്ലാതെ? ഒന്നുമില്ല ഡോക്ടർ. വല്യച്ഛൻ ഒരു കേസിനെ അവധികപക്ഷിക്കുക. കേസു? ഡോക്ടറിന്റെ വിവാഹ കേസ്. ഡോക്ടർ ഒരു പ്രതിയാ. ഡോക്ടറിന്റെ കേസ്? അല്ല, മകൾ ശാലിനിയുടെ വിവാഹ കേസ്. ഡോക്ടർ ഒരു പ്രതിയാണെന്ന് പറയാം. ആ കേസ് എക്സ്പാർട്ടിയായിട്ട് വിധിക്കും. അത് പോട്ടെ ഡോക്ടർ, എനിക്ക് 2 ദിവസമായിട്ട് നല്ല ചുമ. ചുമയാണ്, അത് സാരമില്ല. ഞാനൊരു 3 പിൽസ് കഴിക്കാം. ഈ 3 ഗുളിക കാലത്തെ ഒരെണ്ണം, ഉച്ചയ്ക്ക്